നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഉശനാവേദ യച്ഛാസ്ത്രം അയം തദ് വേദസർവശഃ. ശുക്രാചാര്യർ ഏതെല്ലാം ശാസ്ത്രങ്ങളാണോ പഠിച്ച് തൻ്റെ വശത്തിൽ വച്ചിരിക്കുന്നത്, ആ ശാസ്ത്രങ്ങളെല്ലാം ഈ ബാലകനും ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുക. തഥൈവ അങ്കിരസപുത്രഃ സുരാസുര നമസ്കൃതഃ യദ്വേദ ശാസ്ത്രം തച്ചാപി കൃത്സ്നമസ്മിൻ പ്രതിഷ്ഠിതം. ഉശനസിൻ്റെ അങ്കിരസിൻ്റെ പുത്രൻ ദേവന്മാരുടെ ഗുരുവായിരിക്കുന്ന ബൃഹസ്പതി. അദ്ദേഹം ദേവന്മാരാൽ നമസ്കൃതനാണ്. ദേവന്മാർ അദ്ദേഹത്തെ പൂജിക്കുന്നു, ഇന്ദ്രാദികൾ അദ്ദേഹത്തെ പൂജിക്കുന്നു. എന്ത്? അദ്ദേഹത്തിൻ്റെ ആ അറിവിൻ്റെ പരിധിയില്ലായ്മ. സർവ വിദ്യയും അദ്ദേഹത്തിൽ ഒരുപോലെ പ്രകാശിക്കുന്നു. അതുപോലെ തന്നെ തപസ്സിൻ്റെ സിദ്ധിവിശേഷം അദ്ദേഹത്തിൽ പ്രകാശിക്കുന്നു. അങ്ങനെ ദേവന്മാരാൽ ആദരിക്കപ്പെടുന്നവനായ നമസ്കരിക്കപ്പെടുന്നവനായ ബൃഹസ്പതി, അതേപോലെ അസുരന്മാരാൽ നമസ്കരിക്കപ്പെടുന്നവനായ ബൃഹസ്പതി ഏതൊരു ശാസ്ത്രത്തെയാണോ, ഏതുവേദ ശാസ്ത്രം, യാതൊരു ശാസ്ത്രത്തെയാണോ അറിയുന്നത്, തച്ചാവി അതും കൃത്സ്നം സമ്പൂർണമായി ഈ ബാലകൻ ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അറിവിൻ്റെ കാര്യത്തിൽ അവനെ തോൽപ്പിക്കാൻ ബൃഹസ്പതിക്ക് പോലും ആവില്ല, ശുക്രാചാര്യർക്ക് പോലും ആവില്ല. എന്ന് മാത്രമല്ല, ഋഷി പരൈരനാധൃഷ്യോ ജാമദഗ്നിഃ പ്രതാപവാൻ. ശത്രുക്കൾക്ക് ആർക്കും തന്നെ ഏറ്റുമുട്ടാനോ ചോദ്യം ചെയ്യാനോ കഴിയാത്ത കരുത്തിൻ്റെ ഉടമയാണല്ലോ ജമദഗ്നിയുടെ പുത്രനായിരിക്കുന്ന പ്രതാപവാനായ ഋഷി പരശുരാമൻ. അദ്ദേഹം ശ്രീ പരമേശ്വരൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്നിട്ടാണ് ആയുധവിദ്യ പരശുരാമൻ നേടിയിരിക്കുന്നത്. ആ പരശുരാമൻ യദസ്ത്രം വേദ, യാതൊരു അസ്ത്രവിദ്യയാണോ അറിഞ്ഞിരിക്കുന്നത്, 3 തരത്തിലുള്ള അസ്ത്രവിദ്യകൾ, ആ അസ്ത്രവിദ്യകളെല്ലാം തന്നെ തദ്ദേതസ്മിൻ പ്രതിഷ്ഠിതം, ഇവനിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു, പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബാലകന്റെ ഓരോ ശ്വാസത്തിൻ്റെയും ഭാഗമാണ് പരശുരാമന് കൈവശമുള്ളതായ ആ അസ്ത്രവിദ്യ. അങ്ങനെയുള്ള വലിയ വില്ലെടുത്ത് പോരാടുന്നവനായ രാജധർമാർത്ഥ കോവിദം, രാജധർമ്മത്തെയും അതേപോലെ തന്നെ അർത്ഥശാസ്ത്രത്തെയും ഭംഗിയായി അറിയുന്ന, അതിൽ അങ്ങേയറ്റം മറുകര കണ്ടവനായിരിക്കുന്ന ഈ ബാലകനെ ഞാനിത് അങ്ങയ്ക്ക് തരികയാണ്. ഇങ്ങനെ സർവ വിദ്യാരംഗത്തും നിപുണനാക്കി സർവഗുണങ്ങളുടെയും ആകരമാക്കിയാണ് അങ്ങയുടെ ഈ പുത്രനെ ഞാനിതാ അങ്ങയുടെ കരങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കുന്നത്. അങ്ങനെയുള്ള ഈ മകനെ വീരഗൃഹം നയ, അല്ലയോ വീരനായ ശന്തനു മഹാരാജാവേ, ഈ വീരനെ, അങ്ങയുടെ പുത്രനായിരിക്കുന്ന ഈ ബാലകനെ അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടാലും ഈ ഭീഷ്മൻ എന്നുള്ള ആ വ്യക്തിത്വം, ആ കൗരവ കുടുംബത്തിൻ്റെ കുരുവംശത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ആ മഹാപുരുഷൻ എന്തെല്ലാം പഠിച്ചയാളാണ്, എന്തെല്ലാം അറിഞ്ഞയാളാണ്, ഏതെല്ലാം തലങ്ങളിൽ നിന്ന്, ഏതെല്ലാം ആചാര്യന്മാരിൽ നിന്ന് പഠിച്ചയാളാണ്. ഇതെല്ലാം ഗംഗയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെയാണ് വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ഈ തലത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് നാം അറിയണം. അതിനെ കേവലം
ലൗകികമായ മാനുഷിക തലത്തിൽ നിന്ന് മാത്രമായിട്ട് പഠിക്കാനും വിമർശിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ വ്യാസന്റെ കഥാപാത്രത്തെയും ആ കഥാപാത്രത്തിലൂടെ വ്യാസൻ പകരുന്ന സന്ദേശത്തെയും ഗീതാ ആശയത്തെയും നമുക്ക് ഉൾക്കൊള്ളാനാവില്ല. ഭീഷ്മൻ ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇത് അറിയാനുള്ള ഉപാധി ഇതാണ്. നാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഗംഗാദേവി ആ ബാലകനെ ശന്തനുവിൻ്റെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ പുത്രമാതാവായ ശന്തനു, ആ മഹാരാജാവായ ശന്തനു തൻ്റെ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് പോവാണ്. ആ പുത്രൻ ആദിത്യനെ പോലെ ശോഭിക്കുന്നു. അങ്ങനെയുള്ള പുത്രനെയും കൊണ്ട് തന്റെ നാട്ടിലേക്ക് ചെന്നു. പൗരവസ്തു പുരീം ഗത്വ പുരന്തര പുരോപമാം സർവകാമ സമൃദ്ധാർത്ഥം മേനെ സോ ആത്മാനമാത്മന. ഇന്ദ്രന്റെ പട്ടണത്തിന്, പുരന്തരപുരം ഇന്ദ്രന്റെ പട്ടണത്തിന് തുല്യമായി ഐശ്വര്യ സമൃദ്ധമായിരിക്കുന്ന തൻ്റെ ഹസ്തിനാപുരത്തേക്ക് ആ മഹാരാജാവ്, പുരുവിൻ്റെ വംശത്തിൽ പിറന്ന ആ മഹാരാജാവ്, പൗരവനായ ആ മഹാരാജാവ് ശന്തനു തൻ്റെ പുത്രനോടൊപ്പം എത്തിച്ചേരുമ്പോൾ എന്താണ് ചിന്തിച്ചതെന്നറിയോ? സർവകാമ സമൃദ്ധാർത്ഥം, സർവ ആഗ്രഹങ്ങളും നേടി ഇനി ഒന്നും നേടാനില്ല എന്നുള്ള പൂർണ്ണതയുടെ മണ്ഡലം വരെ എത്തിച്ചേർന്നവനാണ് ഞാൻ എന്ന് ധരിച്ച്, എന്ന് സ്വയം അറിഞ്ഞ് അദ്ദേഹം സന്തോഷിച്ചു. തനിക്കിനി നേടാനൊന്നുമില്ല, ഈ പുത്രനിലൂടെ താൻ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, പൗരവേഷു തതഃപുത്രം രാജ്യാർത്ഥം അഭയപ്രദം ഗുണവന്തം മഹാത്മാനം യൗവരാജ്യെ അഭിഷേചയത്. ആ രാജ്യത്തെ ഭരിക്കുന്ന കാര്യത്തിൽ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ പുത്രന് ചുമതല കൊടുക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുള്ളതായ എല്ലാ കഴിവുകളും ആ ബാലകന് വന്നു ചേർന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ യുവരാജാവായിട്ട് തൻ്റെ പുത്രനായിരിക്കുന്ന ഗംഗാദത്തനെ അഥവാ ദേവവ്രതൻ അദ്ദേഹം അവിടെ ആ നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വച്ചിട്ട് യുവരാജപദത്തിൽ അഭിഷേകം ചെയ്തു. അങ്ങനെ ആ അഭിഷേകം കഴിഞ്ഞപ്പോൾ ആ യുവരാജാവായിരിക്കുന്ന ഗംഗാദത്തൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗരവാൻ ശാന്തനോ പുത്ര പിതരം ച മഹായശാഹ. ശന്തനുവിൻ്റെ പുത്രനായിരിക്കുന്ന ആ ബാലകൻ ആ നാട്ടിലെ എല്ലാ ആളുകളെയും തൻ്റെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അദ്ദേഹം സന്തോഷിപ്പിച്ചു. രാഷ്ട്രം ച രഞ്ജയാമാസ. ആ നാട്ടിലെ ആളുകളെ അദ്ദേഹം രഞ്ജയാമാസ, ആനന്ദിപ്പിച്ചു. തൻ്റെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് ആളുകളെല്ലാം സന്തോഷിച്ചു. ഈ ബാലകന്റെ കയ്യിൽ സ്വന്തം ഭാവി സുരക്ഷിതമാണ് എന്ന് എല്ലാവരും ആഹ്ലാദിച്ചു. ശന്തനു ഏതു പ്രകാരത്തിലാണോ നാട് സംരക്ഷിച്ചു പോകുന്നത്, അതേ പ്രകാരത്തിൽ ധർമ്മത്തിന് ലോപം വരാതെ ഈ ബാലകൻ തങ്ങളെ രക്ഷിക്കും എന്ന് ഓർത്ത് അവരെല്ലാം ആനന്ദിച്ചു. എന്നു മാത്രമല്ല, ആ ബാലകന്റെ പ്രവൃത്തികളും അതുകൊണ്ട് നാട്ടുകാർക്കുണ്ടാകുന്ന ഉത്കർഷവും കണ്ടിട്ട് ശന്തനുവും സന്തോഷിച്ചു. ആ രാഷ്ട്രം ആകമാനവും സന്തോഷിച്ചു. ഇങ്ങനെ സ്വന്തം പ്രവൃത്തി കൊണ്ട്, വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് എല്ലാവരെയും പോഷിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന സ്വഭാവക്കാരനായി തീർന്നു ഈ ദേവവ്രതൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം യജ്ഞമയമാണ് എന്നതിനർത്ഥം. ലോകത്തിലെല്ലാവർക്കും ഹിതമുണ്ടാക്കുന്നതായ കർമ്മങ്ങളുടെ അനുഷ്ഠാനമാണ് യജ്ഞാചരണം. അതിൻ്റെ പ്രതീകാത്മകമായ പകർപ്പാണ് അശ്വമേധാദികളായിട്ടുള്ള യജ്ഞങ്ങൾ. ആ അശ്വമേധാദികൾ യജ്ഞശാലയിൽ മാത്രം ചെയ്യാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ മണ്ഡലത്തിലും അതേ മനോഭാവത്തോടു കൂടിയിട്ട് നിർവഹിക്കാനുള്ളതാണ്. അങ്ങനെ ജീവിതം മുഴുവൻ യജ്ഞമയമാക്കി തീർത്തു. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് സന്തോഷമുണ്ടായത്. ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് ദുഃഖമേ ഉണ്ടാവുള്ളൂ, നാട്ടുകാർക്ക് പരാതിയേ ഉണ്ടാവുള്ളൂ.
ഇത് നാട്ടുകാർ മുഴുവൻ ആനന്ദിക്കാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം യജ്ഞമയം. അച്ഛൻ സന്തോഷിക്കാനുള്ള കാരണവും അത് തന്നെ. ജീവിതം യജ്ഞമയമാക്കി തീർത്തു. ദൈവീ സമ്പത്ത്, ദേവവ്രതന്റെ ഹൃദയത്തിലെ ദൈവീ സമ്പത്ത് ഇവിടെ വ്യാസഭഗവാൻ ഈ വാക്കുകളിലൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ഇങ്ങനെ 4 വർഷം കടന്നുപോയി. അങ്ങനെ ഇരിക്കവേ ഒരവസരത്തിൽ മഹാരാജാവായ ശന്തനു കാട്ടില് ആ കാനന ഭംഗിയെല്ലാം ആസ്വദിക്കാനും വേട്ടയാടാനും ഒക്കെ വേണ്ടിയിട്ട് തൻ്റെ തേരിലേറി ഏതാനും അമാത്യന്മാരും ഒക്കെയായി അദ്ദേഹം സഞ്ചരിച്ചു. യമുനാ നദിയുടെ തീരത്തുകൂടിയായിരുന്നു ആ സഞ്ചാരം. അങ്ങനെ അദ്ദേഹം കാട്ടിൽ വിഹരിച്ച് നടക്കുമ്പോഴേക്കും മഹീപതി അനിർദ്ദേശ്യം ആജിഘ്രത് ഗന്ധമുത്തമം, ഒരു ഉത്തമമായ മണം അദ്ദേഹം മണത്തു. അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതുവരെ തൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു സുഗന്ധം അനുഭവിച്ചിട്ടില്ല. അത് ആർക്കും വർണ്ണിച്ച് കേൾപ്പിക്കാൻ പറ്റൂല. അനിർദ്ദേശ്യം, ഏത് പ്രകാരത്തിലുള്ള സുഗന്ധമാണെന്ന് ആർക്കും വർണ്ണിച്ച് കേൾപ്പിക്കാൻ പറ്റില്ല. എന്താ, അതിന് സദൃശ്യമായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കാനില്ല. അങ്ങനെയുള്ളതായ ആ മണം കേട്ടപ്പോഴേക്കും, അനുഭവിച്ചപ്പോഴേക്കും അതിൻ്റെ ഉൽപ്പത്തിസ്ഥാനം ഏതാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആ മഹാരാജാവ് ആ യമുനാ തീരത്തുകൂടി മുന്നോട്ട് സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ദദർശ തഥാ കന്യാം ദാശാനാം ദേവരൂപിണി, ദാശ കുടുംബത്തിൽ പിറന്ന ഒരു ദേവരൂപിണിയായ, കാഴ്ചയ്ക്ക് അപ്സരസ് തന്നെ അല്ലെങ്കിൽ ഒരു ദേവി തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് എന്ന് തോന്നും. അങ്ങനെയുള്ള ഐശ്വര്യപൂർണമായ രൂപത്തോടുകൂടിയ ഒരു മത്സ്യ കുടുംബത്തിൽ പിറന്ന കന്യകയെ അദ്ദേഹം നേരിട്ട് കണ്ടു. അവളിൽ നിന്നാണ് ആ സുഗന്ധം വരുന്നത് എന്ന് അദ്ദേഹം അറിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യാസോൽപ്പത്തി കഥ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. വ്യാസജനനത്തിന് മുമ്പ് ഈ ദാശ കന്യക മത്സ്യഗന്ധത്തോടുകൂടിയവളായിരുന്നു. അതുകൊണ്ട് മത്സ്യഗന്ധ എന്നായിരുന്നു അവളുടെ ഒരു പേര്. കാളി എന്ന് വേറൊരു പേരുണ്ടായിരുന്നു. പരാശര മഹർഷിയാണ് മത്സ്യഗന്ധം മാറ്റി 1 യോജന ദൂരം വരെ അവളുടെ സുഗന്ധം എത്തിച്ചേരണം, ദിവ്യമായ സുഗന്ധം. ആ പ്രകാരത്തിലുള്ള അനുഗ്രഹം കൊടുത്തത്. അന്ന് തൊട്ട് അവൾ യോജനഗന്ധ എന്നറിയപ്പെട്ടു. അവളുടെ പേരാണ് സത്യവതി എന്ന്. അങ്ങനെയുള്ള ആ ദാശകന്യകയെ കണ്ടു. എന്നിട്ട് അവളുടെ ആ സൗന്ദര്യത്തിൽ രാജാവിന് മോഹമുണ്ടായി. അവളോട് ചോദിച്ചു, നീ ആരാണ്? കസ്യ ത്വമസി കാചാസി കിംചഭീരു ചികീർഷസി. മഹാരാജാവ് അവളോട് ചോദിക്കുകയാണ്, അല്ലയോ പെൺകുട്ടി, നീ ആരുടെ പുത്രിയാണ്? നീ ആരാണ്? നിന്റെ നാമധേയം എന്താണ്? നീ ഇവിടെ എന്താണ് പ്രവർത്തിക്കുന്നത്? നിന്റെ ചുമതല എന്താണ്? ഇത്യാദികളെല്ലാം അവളെക്കുറിച്ച് അറിയാൻ വേണ്ടി. എന്തുകൊണ്ടെന്നാൽ അവളുടെ ആ രൂപം അദ്ദേഹത്തെ മോഹിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അവളോട് ചോദിച്ചു. അപ്പോഴേക്കും അവൾ തൻ്റെ വിവരങ്ങളെല്ലാം അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അവൾ പറഞ്ഞു, പിതർനിയോഗാത് ഭദ്രം ദേ ദാശരാജ്ഞോ മഹാത്മനഃ. അവൾ പറഞ്ഞു, ദാശരാജാവായിരിക്കുന്ന എൻ്റെ പിതാവ്, അദ്ദേഹം നിയോഗിച്ചു, ചുമതല ഏർപ്പെടുത്തി. ആരാണോ ഈ യമുനാ നദിയിൽ ഇക്കരെ അക്കരെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരെ അക്കരെയും ഇക്കരെയും കടത്തുക എന്നുള്ള ജോലി. ആ ജോലി ഞാനിങ്ങനെ ഒരു സേവനമെന്നുള്ള നിലയിൽ നിരന്തരമായി ചെയ്തു പോരുന്നു. ഇങ്ങനെ അവളുടെ മറുപടി കേട്ടപ്പോഴേക്കും രാജാവിന് അവളിലുള്ളതായ ആഗ്രഹം വർദ്ധിച്ചു. സഗത്വാ പിതരം തസ്യ വരയാമാസതാം തഥാ. അദ്ദേഹം അവളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവളുടെ വീട്ടിലേക്ക് ചെന്നു പിതാവിനെ കാണാൻ. കന്യകയെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, കന്യകയുടെ പിതാവും മാതാവുമാണ് കന്യാദാനം ചെയ്യേണ്ടത്. അവർക്ക് സമ്മതമുണ്ടെങ്കിൽ മാത്രമേ വിവാഹം സാധ്യമാവുള്ളൂ.
കന്യകയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രീതി ഭാരതത്തിലെ രാജാക്കന്മാർക്കില്ല. അത് ഭാരത ചരിത്രമല്ല, ഭാരതത്തിൻ്റെ സ്വഭാവമല്ല. ഭാരതത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്കിവിടെ നേരിട്ട് കാണാൻ കഴിയും. ഇതിഹാസ പുരാണങ്ങളിൽ കൂടിയാണ് ഭാരതീയ സംസ്കൃതിയുടെ സജീവത്തായുള്ള ചിത്രം നമുക്ക് ലഭിക്കുക. ആയിരത്താണ്ടുകൾ കടന്നപ്പോൾ, വൈദേശിക അതിക്രമങ്ങൾ ഉണ്ടായപ്പോൾ, വൈദേശിക ഭരണങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ പല അംശങ്ങളിലും പല പ്രകാരത്തിലുള്ള കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സംസ്കൃതിയുടെ അന്തസ്സത്ത നഷ്ടപ്പെടാതെ നാം ഇന്നും അതിൻ്റെ ഹൃദയത്തെ നിലനിർത്തിപ്പോരുന്നു. അതിൽ ഈ വൈദേശിക അതിക്രമങ്ങൾ കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ടും കടന്നുകൂടിയിട്ടുള്ള ചില മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങൾ കണ്ടെത്തി ദൂരീകരിക്കാൻ ഈ മഹാഗ്രന്ഥങ്ങളുടെ പഠനം നമുക്ക് പ്രയോജനപ്പെടും.